നമ്മൾ എവിടെ പോയതാ? നമ്മൾ എൻ്റെ വീട്ടില്. അതല്ല. ഹായ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കൂട്ടാമെന്ന്. അപ്പം നമുക്ക് പോയാലോ? അല്ല, മമ്മിയും ഉണ്ട് കൂടെ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. നമ്മൾ ബത്തേരി. എന്തിനു പോവാ? കുഞ്ഞിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് മേലത്തോട്ടേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയിൽ ഞങ്ങൾ കയറി. പിന്നെ ടൗണിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് മറ്റേ ബാങ്കിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിലൊക്കെ കയറി പരിപാടികളൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലോട്ട് പോകാനുള്ള ബസ്സിൽ കയറി. അവളുടെ വീട് വന്നിട്ട് ബത്തേരിയിലാണ്. അവിടെ നിന്ന് പിന്നെയും ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോകണം. ഞങ്ങൾ ബത്തേരി എത്തി. ഇവിടെ അവളുടെ വീടിൻ്റെ പോകുന്നതിൻ്റെ അവിടെ ആയിട്ട് ഞങ്ങളെത്തി. റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അവർക്ക് ഞം തിന്നാൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോവാം. അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. ഓക്കെ. ഞങ്ങൾ അവളുടെ വീട്ടിലെത്തിയല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ചര ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് നിർബന്ധിച്ചു. പിന്നെ നമ്മൾ ഫുഡാണല്ലോ, ഫുഡിന് നമുക്ക് മന്തിയും പിന്നെ അതുപോലെ തന്നെ ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു, പറയേണ്ടിരിക്കാൻ വയ്യ കേട്ടോ തന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേനും ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, വെള്ളമൊക്കെ അതായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ നേരം ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയം തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കടയിൽ കയറാനുണ്ടായിരുന്നു. കടയിൽ കയറി ഗിഫ്റ്റ് മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പം അത്രേ ഉള്ളൂ. നാളെ പാக்கலாம். ബൈ.